ഓക്കെ, ബാക്ക്. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്നാ തുടങ്ങിയത്? നമ്മൾ എന്ത് പറഞ്ഞാ തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയത് എവിടാന്ന് വെച്ചാൽ വേണ്ട, ഈ ഇക്വേഷനിലെ ലാസ്റ്റ് നമ്മൾ എത്തിയത് ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് ഇൻറ്റു ദിസ് ക്യാപിറ്റൽ എ ഓഫ് ഡെൽറ്റ എക്സ്. ഈ ക്യാപിറ്റൽ എ ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ്, ഈ കാണുന്നത്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ശരിക്കും തുടങ്ങി. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ എക്ക് പകരം നമ്മളൊരു മിസ്റ്റീരിയസ് ടേം ആഡ് ചെയ്യും, ഈ അങ്ങനെ വന്നാൽ ഈ റേസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സിനെ 1 എന്ന് വിളിക്കുന്നത്. അവിടുന്നാണ് നമ്മൾ ശരിക്കും തുടങ്ങിയത്. അതുകൊണ്ട് ഈ സാധനം ഓക്കെ, ഇവിടുന്നാണ് നമ്മൾ ശരിക്കും തുടങ്ങിയത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന്. നമ്മൾ ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ വന്ന് ഇയുടെ വാല്യൂ എന്തുവാന്ന് പറഞ്ഞ് നമ്മൾ നേരെ പിന്നെ പോയത് ടൈലർ സീരീസിലോട്ട്, ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിലോട്ട്. അതല്ല, അപ്പൊ കുറെ പേർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും എന്തിനാ ഇത്, അതായത് കാട് കയറി അങ്ങ് പോയത്. ഒരു സീരീസ് തന്നെ അതിന്റെ പുറകെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് എന്താ, ഒരു കംപ്ലീറ്റ്ലി പ്ലേലിസ്റ്റ് പോലെ. അത് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാ, നല്ല കുറെ കോർ കോൺസെപ്റ്റ് ഒക്കെ അതിൻ്റെ അകത്ത് കുത്തി കയറ്റി വെച്ചേക്കുന്ന. അപ്പം ജസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇക്വേഷൻ പറഞ്ഞു പോകുന്നതിന് പകരം എന്തിനാ ഇങ്ങനെ ചെയ്തേ? അതായത് ഇതിന്റെ വീഡിയോയുടെ തുടക്കം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, അതായത് ജസ്റ്റ് വന്നിട്ട് കാണാ പഠിച്ച് പോയി എക്സാം എഴുതണം എന്നുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എന്താണ് അതിന്റെ ഡീപ്പർ അതിൻ്റെ അകത്ത് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ ഞാൻ പറയും, എനിക്ക് ഇതിന്റെ ലാസ്റ്റ് ഫെയർവെൽ പോലെ തരണം. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇത് ലാസ്റ്റ് അതിന്റെ. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ മാത്രമല്ല ഇവിടെ പഠിച്ച, നമ്മൾ ടൈലർ സീരീസ് എന്താന്ന് പഠിച്ചു. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പഠിച്ചു. അത് തന്നെ വലിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ലീനിയർ അപ്രോക്സിമേഷനും ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷനും എന്തുവെന്ന് പറഞ്ഞു പോയി. പിന്നെ നമ്മൾ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു വന്നു. ഓക്കെ, ഇതെല്ലാം എടുത്താൽ നമ്മൾ പോയത്. ഇത് ലേറ്റർ ഓൺ അടുത്ത വരുന്ന കാര്യങ്ങളിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇതിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലീനിയർ അപ്രോക്സിമേഷനും ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷനും പഠിച്ചത്. ഇത് നമ്മൾ അതിലോട്ടായിരിക്കും പോകാൻ പോകുന്നത്. അത് എവിടാ പഠിച്ചതെന്ന് സംശയം ഉണ്ട്. ഇവിടെ കണ്ടോ, ഇതാണല്ലോ നമ്മൾ എത്തിയൊരു ഇക്വേഷൻ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ പോവല്ല. ഇതാണ് നമ്മുടെ ടൈലർ സീരീസ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇത്രയാണ് ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയാണ് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ നമ്മൾ വിളിക്കുന്നത്. ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമ്മളത് മാത്രമല്ല വേറൊരു പറഞ്ഞ കാര്യം എന്താ, ടൈലർ സീരീസിന്റെ അകത്ത് എത്രത്തോളം ടേംസ് ആഡ് ചെയ്യുന്നോ അവർ അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, ഈ കാണുന്ന എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ്റെ, അതായത് നമ്മുടെ ടാൻജന്റിന്റെ ഇക്വേഷനാണ്. ഓക്കെ, അതായത് ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. അതായത് സ്ലോപ്പ് അറ്റ് എ പോയിന്റ്. ബേസിക്കലി അതൊരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻഡിറ്റീവ് അല്ല, സ്ലോപ്പ് അറ്റ് എ പോയിന്റ്, അതായത് ടാൻജന്റിന്റെ ഇക്വേഷൻ ഈ കാണുന്നത്. ഓക്കെ, ഇത് കൺഫ്യൂഷൻ അടിക്കില്ല, കാരണം ഇത് ആ സീരീസ് കണ്ടു വന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവും. ഇടയ്ക്ക് നിന്ന് കയറി ഒരാൾക്ക് പോലും ഇത് മനസ്സിലാവത്തില്ല. അപ്പൊ ഇത് അതിൻ്റെ അകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ലാസ്റ്റ് ഒരു കാര്യമായിട്ട് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായില്ലെങ്കിൽ അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നാൽ മതി. ഡെഫിനറ്റ്ലി വെർത്തായിരിക്കും, കാരണം ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കിട്ടും. മാത്സിന്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത്രയാണ് ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞല്ലോ, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണെന്നും പറഞ്ഞല്ലോ. ഓക്കെ, ഇതാണ് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇത്രയും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ, എത്രത്തോളം ടേം ആടിയുന്നോ അത്രത്തോളം ആക്യുറേറ്റും ലൈൻ ബെൻഡ് പോവും, ബെൻഡ് ആവാനുള്ളതാണെങ്കിൽ. അപ്പൊ എന്താ, ഇത്രയും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ടേമോട് ആഡ് ചെയ്യുമ്പോൾ ലൈൻ ബെൻഡ് ആവും. അതായത് ഏറ്റവും ആദ്യത്തെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണ്. ഈ ടേമോട് ആഡ് ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, ബെൻഡായിട്ട് ഇച്ചിരി കൂടെ അപ്രോക്സ് ആവുന്നത്, മീൻസ് ഇച്ചിരി കൂടെ ആക്യുറേറ്റ് ആവുന്നത്. അതായത് നമ്മൾ ടൈലർ സീരീസിൽ പറഞ്ഞൊരു കാര്യം എന്താ, എത്രത്തോളം ടേംസ് ആഡ് ചെയ്യുന്നോ അവർ അത്രത്തോളം ആക്യുറേറ്റ് ആവും. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് ലൈൻ, അപ്പൊ എന്താ, ഇത് അത്ര ആക്യുറേറ്റ് ആയിരിക്കത്തുള്ളൂ. ഇത് ഒരു ടേം കൂടെ ഇതിന്റെ അകത്തോട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് അപ്പൊ എന്ത് പറ്റും, ഇത് ഇച്ചിരി കൂടെ ആക്യുറേറ്റോ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ലീനിയർ അപ്രോക്സിമേഷനെ കാട്ടിലും. അത് മാത്രമല്ല ഈ കാണുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാ തരുന്നത് നമ്മൾ പറഞ്ഞ ടാൻജന്റ്,
ഈ ഒരു ടേം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ലൈൻ ബെൻഡ് ചെയ്യുന്നത്. ഈ ഒരു സാധനം ഇങ്ങനെ തലയിലിരിക്കണം, കാരണം ഇതെന്താണ് അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല മനസ്സിലാകത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു വിഷ്വലിലൂടെ വെച്ച് ഞാൻ അത് കാണിച്ചു തരാം ഇതിപ്പോ കഴിയുമ്പോൾ. ഓക്കെ, ഇനി അത് മനസ്സിലായില്ല, ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രാം വെച്ചോ വിഷ്വൽ വെച്ചോ കാണിച്ചു തരാം. അതായത് ഈ കാണുന്നതാണ് നമ്മുടെ ഇക്വേഷൻ, അതിന്റെ ഗ്രാഫ്. ഓക്കെ, നമ്മൾ എന്താണ് വന്നത്, ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എടുത്തിട്ട് അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ. ഇത് നോക്ക്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇതൊരു കർവ്ഡ് ലൈൻ. നമ്മൾ എന്താ വന്നത്, കൂടുതൽ ടേം ആഡ് ചെയ്തുകൊണ്ട് ഈ സ്ട്രെയിറ്റ് ലൈനെ വളച്ച് ഈ കർവ്ഡ് ലൈൻ ആക്കുവാണ്. ഓക്കെ, ഇപ്പൊ ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ ഈ കാണുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ്. അതായത് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ ഓൾറെഡി പറഞ്ഞതാ, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ലാസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഒരു ടേം കൂടെ ആഡ് ചെയ്യാൻ പോവാ. ഒരു ടേം ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് എങ്ങനെയാ വളയുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണുന്ന ഈ റെഡ് ലൈനും ഉണ്ട്, ഈ ബ്ലൂ ലൈനും ഉണ്ട്. ഞാൻ ഇതിന്റെ അകത്തോട്ട്, അതായത് നമ്മുടെ ഈ കാണുന്ന ഈ ഇക്വേഷന്റെ അകത്തോട്ട് ഓക്കെ ഒരു പുതിയ ടേം കൂടെ ആഡ് ചെയ്യാൻ പോവാം. ഈ കാണുന്ന ടേം കൂടെ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ലൈൻ എങ്ങനെ ഇരിക്കും നോക്കാം. കണ്ടോ, പച്ച. അതായത് എക്സാക്ട്ലി ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ എന്താണ് നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ശരിക്കും ഉണ്ടായിരുന്ന ലൈനിന്റെ എന്ത് ചെയ്ത് മേളിൽ കൂടെ അതേപോലെ തന്നെ ഗ്രീൻ ലൈനും വന്ന് ഈ ഇവിടെ റെഡ് ലൈൻ ആക്ച്വലി ഇതിന്റെ താഴെ ഇരിപ്പുണ്ട്. ഓക്കെ, അതിന്റെ മേളിൽ കൂടെയാണ് ഈ ഗ്രീൻ ലൈൻ വരഞ്ഞു വരുന്നത്. നമുക്ക് ആ റെഡ് ലൈൻ കാണാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ എക്സാക്ട് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ആ റെഡ് ലൈനിനെ നമ്മുടെ ഈ ഗ്രീൻ ലൈൻ മാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിന്റെ മേളിൽ ഓവർലാപ്പ് ആയിട്ട് ഇരിക്കുന്നത് ശരിക്കും ഇതിന്റെ താഴെ ഈ റെഡ് ലൈൻ ഇരിപ്പുണ്ട്. നമ്മളൊരു ക്വാഡ്രാറ്റിക് ടേം കൂടെ ആഡ് ചെയ്ത് ഈ ലൈനിന്റെ അകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ ലൈൻ ബെൻഡ് ചെയ്യും. എങ്ങനെ ബെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ ഇതാ ജസ്റ്റ് കാണിച്ചു തരാം. ഉണ്ട്, അതായത് ഈ കാണുന്ന അതേ എന്താണ് ഗ്രാഫ് തന്നെയാണ് ഇവിടെ കാണുന്നത്, ഇച്ചിരി എൻലാർജ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ പോയിന്റിൽ തന്നെയാണ് ഇപ്പുറത്തും വന്ന് ഈ പോയിന്റിൽ തന്നെയാണ് ഇപ്പുറത്തും കോണ്ടാക്ട് വരുന്നത്, ഈ പോയിന്റിൽ തന്നെയാണ് ഓൾമോസ്റ്റ് ഇപ്പുറത്തും കോണ്ടാക്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇതാ ഈ കാണുന്നതിനെ വളച്ച് എന്ത് ചെയ്ത് അതിന്റെ മേളിൽ കൊണ്ടുപോയി വെച്ച് അത് എക്സാക്ട്ലി മാച്ച് ആയെന്ന്. ഓക്കെ, ഇപ്പൊ കണ്ടോ, ആ ബ്ലൂ ഡോട്ടഡ് ലൈൻ റെഡ് ലൈനോട്ട് എക്സാക്ട്ലി അലൈൻ ആയത് കണ്ടോ. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. ഒരു ക്വാഡ്രാറ്റിക് ടേം ആഡ് ചെയ്തപ്പോൾ എക്സാക്ട്ലി ആ ഗ്രീൻ ലൈൻ റെഡ് ലൈനോട്ട് അലൈൻ ആയി. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഫസ്റ്റ് ഈ കാണുന്ന ഇത്രയും മാത്രം ഉണ്ടായിരുന്നപ്പോഴാണ് എന്ത് നമ്മുടെ ആ ബ്ലൂ ഡോട്ടഡ് ലൈൻ, അതായത് ടാൻജന്റിന്റെ ഇക്വേഷൻ. ഈ കാണുന്ന ഒരു ടേം കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി, അത് വളഞ്ഞ് പച്ച ലൈന്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ, കൺഫ്യൂഷൻ ആവണ്ട. അതായത് ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് ഓരോ ടേം ആഡ് ചെയ്യുമ്പോൾ ആക്യുറസി കൂടുമെന്ന്. അവിടെ എന്താ സംഭവിച്ചത്, ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ടേം കൂടെ ആഡ് ചെയ്തപ്പോൾ അത് വളഞ്ഞ് ഇങ്ങനായി. അപ്പൊ എന്ത് പറ്റി, ഇച്ചിരി കൂടെ ആക്യുറേറ്റ് ആയി. ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ആക്യുറേറ്റ് ആയി. അത്രയും തന്നെ ഉള്ളു. അതെ, ആ ക്വാഡ്രാറ്റിക് ടേം ആഡ് ചെയ്തപ്പോൾ അത് അങ്ങനെ വളഞ്ഞു വന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ. എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ, ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ, ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്തെടുത്തോട്ടെന്ന് വെച്ചിട്ടാ. ഓക്കെ, അതിന് പോകാൻ നമുക്ക് അങ്ങോട്ട് പോകാൻ മനസ്സിലാവും. പിന്നെ നമ്മുടെ ലൈൻ ബെൻഡിങ്ങും അല്ല. കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ വന്ന പോയിന്റ് മറക്കല്ലെന്ന് പറഞ്ഞല്ലോ. നമ്മള് പറഞ്ഞു എന്താണ്, ഇ റേസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1/Δx എന്ന് പറയുന്ന 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ റേസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1/Δx എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് നമ്മൾ ഇതുവരെ എത്തിയില്ല. നമ്മൾ d/dx ഓഫ് ഇ റേസ് ടു എക്സിലല്ല ശരിക്കും തുടങ്ങിയേ. നമ്മൾ തുടങ്ങിയത് d/dx ഓഫ് എ റേസ് ടു എക്സിലല്ലേ. വന്ന വഴിക്ക് ഈ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു, അയാളെ എടുത്തു വെച്ച് തോളത്ത് വെച്ച് പിന്നെ അങ്ങോട്ട് കഥ പറഞ്ഞ് പോയി, തിരിച്ച് നമ്മുടെ വഴി തന്നെ നമ്മൾ വന്നല്ലോ. നമുക്ക് വേണ്ടുന്ന ആരെയാ, എ റേസ് ടു എക്സ് അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, d/dx ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് കിട്ടും, കാരണം അത് കഴിഞ്ഞിട്ടുള്ള ഈ കറസ്പോണ്ടിങ് ടേം എന്ന് പറഞ്ഞാൽ 1. പക്ഷെ d/dx ഓഫ് എ റേസ് ടു എക്സിന്റെ കേസ് വരുമ്പോൾ സ്റ്റിൽ ഈ സാധനം ഇവിടെ കിടക്കുക. ഇതെന്താ സാധനം, ഇതെന്താന്ന് ചോദിച്ചാൽ ഇതാണ് ln ഓഫ് എ, അതായത് നാച്ചുറൽ ലോഗ് ഓഫ് എ. നമ്മൾ d/dx ഓഫ് എ റേസ് ടു എക്സ് എന്ന് ഡെറിവേറ്റീവ് പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എ അല്ലേ. അതായത് സംഹൗ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് നമ്മുടെ നാച്ചുറൽ ലോഗുമായിട്ട് സെയിമാ. ഓക്കെ, ഈ കാണുന്നത് നമ്മുടെ നാച്ചുറൽ ലോഗിന് സെയിമാ.
അതാണ് നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ കംപ്ലീറ്റ് ഇക്വേഷൻ. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് വിളിക്കുന്നത് എ റൈസ് ടു എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് എ, അതായത് ഈ കാണുന്ന ടേം അല്ലെങ്കിൽ ഈ കാണുന്ന ടേം നാച്ചുറൽ ലോഗ് ഓഫ് എ. അല്ല അത് നേരെ ഇവിടെ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എ ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു എന്ത് വരണം? ഇ റൈസ് ടു എക്സ് ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് ഇ വരണ്ടേ? നാച്ചുറൽ ലോഗ് ഓഫ് ഇ എന്താ? 1 അല്ലേ? അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് തന്നെ ആവത്തില്ലേ? അതായത് ഈ കാണുന്നത് നാച്ചുറൽ ലോഗ് ഓഫ് എ ആണെങ്കിൽ ഈ കാണുന്നത് നാച്ചുറൽ ലോഗ് ഓഫ് ഇ ആയിരിക്കണം. അതിന്റെ സത്യം നാച്ചുറൽ ലോഗ് ഓഫ് ഇയുടെ വാല്യൂ എന്താ? 1. അങ്ങനെ ഇത് 1 ആവുന്നത് മനസ്സിലായോ? അത് നാച്ചുറൽ ലോഗ് ഓഫ് ഇ എന്ന് പറയുന്നത് 1 ആ. അങ്ങനെ ഇത് 1 ആവുന്നത് അത്രേ ഉള്ളൂ. മനസ്സിലായി? ലോഗിനെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ ഇതിന്റെ പാപ്പായിട്ട് ലോഗരിതത്തിന്റെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി പോസ്റ്റ് ചെയ്ത് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന് മുമ്പായിരിക്കും. എന്തായാലും അവിടെ ഇത് കാണുന്ന സമയത്ത്, നിങ്ങൾ കാണുന്ന സമയത്ത് അത് അവിടെ ഉണ്ടായിരിക്കും. ലോഗിനെ കുറിച്ചൊരു ഐഡിയ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്താ ഒരു എന്റെ സാറ്റിസ്ഫൈഡ് എന്ന് നമ്മൾ പറയല്ലോ. എന്താണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് തുടങ്ങി അവസാനം വരെ എത്തി. പക്ഷെ ഇനി അങ്ങോട്ട് പോകുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇതിന്റെ അകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇഷ്ടം പോലെ. അപ്പം അടുത്തതായിട്ട് പിന്നെ കാണാം. ബൈ.